കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്നൊരു കൺസെപ്റ്റ് ഏകദേശം 2 വർഷങ്ങളായിട്ട് ഞാൻ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോകളിലൂടെ. ചിലരെന്നോട് ചോദിക്കും, എന്താണ് ഈ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിന് ഇത്ര പ്രത്യേകത? അത് ഡിസിപ്ലിനാണോ? അതാണ് ചോദ്യം. ഡിസിപ്ലിൻ വേണം നമുക്ക് ജീവിക്കാൻ. പക്ഷേ അത് വെറും ഒരു ഡിസിപ്ലിൻ അല്ല. അച്ഛനും അമ്മയും മക്കളും മറ്റു ബന്ധുക്കളും ആരൊക്കെ വീട്ടിലുണ്ടോ അവരെല്ലാവരും ഒരേ മനസ്സോടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുകയും ഒപ്പം തന്നെ കുട്ടികൾക്ക് ഭയമില്ലാതെ ആ വീട്ടിൽ ജീവിക്കുവാനുള്ള അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഈ ജീവൻ ഉത്ഭവിച്ച കാലത്ത് ഒരു സെല്ലായിട്ട് ആദ്യം ജീവൻ ഉണ്ടായപ്പോൾ ഉണ്ടായ ആ ഒരു സെല്ലിന് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരെ എത്തിച്ചേരുന്ന ഈ എവല്യൂഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സെല്ലിന്റെ മെമ്മറിയിൽ സർവൈവൽ എന്നൊരു കാര്യമേ ഉള്ളൂ. അതിനെങ്ങനെയും ഇവിടെ അങ്ങ് ജീവിച്ചു പോകണം. ഇവിടെ സർവൈവ് ചെയ്യാൻ അത് തയ്യാറാണ്. എന്നാൽ വികാരങ്ങളുടെ ഭാഷ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് സങ്കടം, സന്തോഷം, ദേഷ്യം തുടങ്ങി വികാരങ്ങൾ ഉണ്ടാവുകയും നമ്മൾ കുറച്ചുകൂടി ഡെവലപ്ഡായി ഇപ്പം ഈ മനുഷ്യൻ്റെ ലെവലിലെത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഭരിക്കുന്നത് നമ്മളുടെ ഇമോഷണൽ നിലയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ വൈകാരികമായി താഴേക്ക് പോവില്ല ആരും. അവനവനെ മനസ്സിലാക്കും. എനിക്കൊരു കാര്യം എനിക്ക് അനുകൂലമായിട്ടല്ല സംഭവിച്ചതെങ്കിൽ പോലും എൻ്റെ തെറ്റാണ് അതെങ്കിൽ ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്ന് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിലെ ഓരോ വ്യക്തിയും സ്വയം അറിയും. അതുകൊണ്ട് തന്നെ പരസ്പരം പഴിചാരലുകൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിലില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന വീട്ടിലെ മക്കൾ ഒരു കാലത്തും പഠിക്കില്ല. ചിലപ്പോൾ അവർ ജസ്റ്റ് പാസ്സായെന്നിരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ അവരുടെ മനസ്സെപ്പോഴും ആ ഒരു ഭയം, അനാവശ്യമായ വഴക്കുകളുടെ ആ ഭയം കൊണ്ട് നടക്കും. കുടുംബത്തിലെ ആദ്യത്തെ ദിവസം മുതൽ അവരുടെ മരണം വരെ 1-2 പ്രാവശ്യം ഒരു കാര്യം സംഭവിച്ചതെങ്കിലും കുട്ടി ചിലപ്പം മറന്നെന്നിരിക്കും. പക്ഷേ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാല്യം ആ പാറ്റേൺ ആയിരിക്കും രൂപീകരിച്ചു വയ്ക്കുക. ആ പാറ്റേൺ അനുസരിച്ചായിരിക്കും കുട്ടിയുടെ കൗമാരവും യൗവനവും അത് കഴിഞ്ഞ് വാർദ്ധക്യവും ഇങ്ങേറ്റം മരണം വരെയുള്ള അനുഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കൗമാരകാലത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ? ശരീരത്തിനും മനസ്സിനും ചിന്തയ്ക്കും ഒക്കെ മാറ്റം വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷെ എത്ര പേർക്ക് സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിലോട്ടൊന്ന് എഴുതിക്കോളൂ. അവിടെ നിങ്ങളെ തടഞ്ഞ കാര്യം എന്താണ്? നിങ്ങളെ തടഞ്ഞ കാര്യം നിങ്ങളുടെ 8 വയസ്സ് വരെ നിങ്ങൾക്കെന്ത് നിങ്ങളുടെ വീട്ടിൽ കിട്ടിയോ അതാണ് നിങ്ങളെ മുന്നോട്ട് പോകാൻ തടഞ്ഞത്. ഇന്നർ ചൈൽഡ് വർക്കിൽ ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ബാല്യം ഇതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അതിമനോഹരമായ ജീവിതം വേണമെങ്കിൽ
നമ്മൾക്ക് മനഃപൂർവ്വം സൃഷ്ടിക്കേണ്ടതുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കാതെ വന്നാൽ അതൊരു വ്യക്തിയെ ഒരുപാട് ബാധിക്കും. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പോലും അവനവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കാതെ വന്നാൽ അത് വ്യക്തിയെ ബാധിക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ? അവനവൻ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയില്ലെങ്കിലോ അത് അതിലും ബാധിക്കും. എത്ര ആശിച്ചിട്ടാണ് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതിയൊക്കെ ഓരോരുത്തരും മുന്നോട്ട് കടന്നു പോകുന്നത്. പക്ഷെ ആശിച്ച ജോലി കിട്ടിയിട്ടുണ്ടോ? പഠിച്ച വിഷയത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ എല്ലാം ബേസ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കുടുംബത്തിൽ കിട്ടിയ ചില അനുഭവങ്ങളായിരിക്കും. അത് പറഞ്ഞ് പഴി പറഞ്ഞിരിക്കാനും നമുക്ക് പറ്റില്ല. നമ്മളുടെ ലൈഫ് നമ്മളുടേതാണ്. ഇവിടെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് തിരിച്ചു പിടിക്കണം. അതിനാണ് നമ്മളെ സ്വയം സമർപ്പിച്ച് വിട്ടുകൊടുക്കാൻ പരിശീലിക്കേണ്ടത്. പാസ്റ്റ് ഈസ് പാസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് സ്വയം മാറാൻ തയ്യാറാകുക. വേദനകളിൽ കിടന്നുഴലാതെ അവിടെ നിന്നും മാറ്റം സ്വയം സൃഷ്ടിക്കുവാൻ തയ്യാറാകുക. ഇത് മാത്രം മതി നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ. ഒപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും നമുക്ക് സമാധാനം കൊടുക്കണം. ആകപ്പാടെ നമ്മൾ കുറച്ച് നാളിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ കാലവും ഉണ്ടു ഉറങ്ങിയും പോയി, ബാല്യമായിട്ട് പോയി. ഇനി എത്ര നാൾ? നമുക്കിവിടെ കൊടുക്കേണ്ട കാര്യം കൊടുത്തിട്ട് പോകണമെങ്കിൽ, നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ്. നമ്മളെ ശാന്തമാക്കുക. അത് പ്രതിഫലിക്കുന്നത് നമ്മുടെ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിലാവും. വീഡിയോ ഇഷ്ടമായോ? കമൻറ്റ് ബോക്സിലോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം. താങ്ക് യു.